നമസ്കാരം, ഞാൻ റോസ്മേരി അഗസ്റ്റിൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, സെൻറ്റ് തെരേസസ് കോളേജ്, എറണാകുളം. അമിതമായ അളവിൽ ശരീരത്തിൽ കൊഴുപ്പടിയുന്ന അവസ്ഥയാണ് അമിതവണ്ണം അല്ലെങ്കിൽ ഒബീസിറ്റി എന്ന് പറയുന്നത്. പ്രധാനമായും 2 തരം കൊഴുപ്പുകളാണ് ശരീരത്തിലുള്ളത്. ഒന്ന് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്, മറ്റൊന്ന് വിസ്റൽ ഫാറ്റ്. നമ്മുടെ സ്കിന്നിന് തൊട്ട് താഴെ കാണുന്ന തരം ഫാറ്റാണ് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്. ആന്തരിക അവയവങ്ങളുടെ ചുറ്റും കാണുന്ന ഫാറ്റാണ് വിസ്റൽ ഫാറ്റ്. ഇത് നമ്മുടെ ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. എന്നിരുന്നാലും വിസ്റൽ ഫാറ്റ് 10% കൂടുതൽ വരാൻ പാടില്ല. അമിതമായ അളവിൽ വിസ്റൽ ഫാറ്റ് ശരീരത്തിൽ അടിയുന്ന അവസ്ഥയാണ് അബ്ഡോമിനൽ ഒബീസിറ്റി എന്ന് പറയുന്നത്. ചിലപ്പോഴൊക്കെ വിസ്റൽ ഫാറ്റിനെ ആക്റ്റീവ് ഫാറ്റ് എന്ന് വിളിക്കാറുണ്ട്. കാരണം ഇതിന് ഒരു അവയവം പോലെ പ്രവർത്തിച്ച് പലതരം ഹോർമോണുകളെയും രാസവസ്തുക്കളെയും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു. വിസ്റൽ ഫാറ്റ് കൂടുതലാകുമ്പോൾ അത് അവയവങ്ങൾക്ക് മേൽ സമ്മർദ്ദം കൊടുക്കുന്നു. ഇത് അവയവങ്ങളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നു, പ്രത്യേകിച്ച് കരൾ, പാൻക്രിയാസ് എന്നിവയുടെ. ഇക്കാരണത്താൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇൻഫ്ലമേഷൻ എന്നിവ ഉണ്ടായേക്കാം. വിസ്റൽ ഫാറ്റ് കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻ്റർലൂക്കിൻസ്, ട്യൂമർ നെക്രോസിസ് ഫാക്ടർ, അഡിപ്സിൻ എന്നിവ ഇൻഫ്ലമേഷന് കാരണമാകുന്നു. അതുപോലെ റെസിസ്റ്റിൻ, ലെപ്റ്റിൻ, ലാക്ടേറ്റ്, നോൺ എസ്റ്ററിഫൈഡ് ഫാറ്റി ആസിഡ്സ് എന്നിവ ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് നയിക്കുന്നു. ആവശ്യമായ ഇൻസുലിൻ ശരീരത്തിലുണ്ടെങ്കിലും അതിനെ കൃത്യമായി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആൻജിയോടെൻസിനോജൻ എന്ന പ്രോട്ടീൻ ബ്ലഡ് പ്രഷർ കൂട്ടുന്നു. പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ ഇൻഹിബിറ്റർ രക്തം ബ്ലഡ് വെസലിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ക്ലോട്ട് ചെയ്യാൻ കാരണമാക്കുന്നു. വിസ്റൽ ഫാറ്റ് കൂടുമ്പോൾ അഡിപ്പോനെക്റ്റിൻ എന്ന ഘടകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. അത് ഹൃദ്രോഗത്തിൻ്റെ ആദ്യപടിയായ അതെറോസ്ക്ലീറോസിസിലേക്ക് നയിക്കുന്നു. ഇക്കാരണത്താൽ അബ്ഡോമിനൽ ഒബീസിറ്റി ഉള്ള ഒരാൾക്ക് നിരവധി രോഗങ്ങൾ ഉണ്ടാകാനുള്ള റിസ്ക് ഉണ്ട്. ഹൃദ്രോഗം, ഉയർന്ന കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ, സ്ട്രോക്ക്, പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, PCOD, ക്യാൻസർ എന്നിവ. ഇന്നത്തെ കാലത്ത് അബ്ഡോമിനൽ ഒബീസിറ്റി ഉള്ളവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ കാലറീസ് അടങ്ങിയ ഭക്ഷണം കഴിക്കുക, അതോടൊപ്പം വ്യായാമമില്ലാത്ത ജീവിതശൈലിയും കാരണം കൂടുതൽ വിസ്റൽ ഫാറ്റ് സംഭരിക്കപ്പെടുന്നു. അടുത്തത് ഒരാളുടെ പ്രായമാണ്. പ്രായം കൂടുന്തോറും മസിൽ മാസ് കുറയുന്നത് കാരണം ശരീരഭാരം നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടായി വരുന്നു. അമിതമായ സ്ട്രെസ് കോർട്ടിസോൾ ഹോർമോണിൻ്റെ അളവ് കൂട്ടുകയും വിസ്റൽ ഫാറ്റ് സംഭരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അബ്ഡോമിനൽ ഒബീസിറ്റി ഉണ്ടോ എന്നറിയാൻ 2 എളുപ്പ വഴികളുണ്ട്. ഒന്ന്, വേസ്റ്റ് സർക്കംഫറൻസ് എടുക്കുക. നമ്മുടെ വേസ്റ്റിൻ്റെ ചുറ്റളവ് ഒരു മെഷറിംഗ് ടേപ്പ് ഉപയോഗിച്ച് പൊക്കിളിൻ്റെ ലെവലിൽ അളന്നെടുക്കുക. സ്ത്രീകളിൽ 80 സെൻറ്റിമീറ്ററിനും പുരുഷന്മാരിൽ 90 സെൻറ്റിമീറ്ററിനും മുകളിലുമാണെങ്കിൽ അവർക്ക് അബ്ഡോമിനൽ ഒബീസിറ്റി ഉണ്ട്. അടുത്തത്, വേസ്റ്റ് ഹിപ്പ് റേഷ്യോ കണക്കാക്കുക. വേസ്റ്റിൻ്റെ ചുറ്റളവിനെ ഹിപ്പിൻ്റെ ചുറ്റളവ് കൊണ്ട് ഹരിക്കുക. സ്ത്രീകളിൽ 0.85നും പുരുഷന്മാരിൽ 0.9നും മുകളിലും വന്നാൽ അബ്ഡോമിനൽ ഒബീസിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാം. വിസ്റൽ ഫാറ്റ് കുറയ്ക്കുവാൻ പല മാർഗങ്ങളുണ്ട്. ഒന്നാമതായി, നമ്മുടെ ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തുക. കൂടുതൽ ഫൈബർ അഥവാ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ശീലമാക്കാം. ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഫൈബർ കൂടുതലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അവ ദഹിക്കുവാൻ കൂടുതൽ സമയമെടുക്കുന്നു. ഇതുകൊണ്ട് കൂടുതൽ നേരം വിശപ്പ് അറിയാതിരിക്കാൻ പറ്റുന്നു. അപ്പോൾ കൂടുതൽ ഭക്ഷണം കഴിക്കാതിരിക്കുവാൻ സാധിക്കും. ഇതേ കാരണം കൊണ്ട് തന്നെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ സാവധാനം മാത്രമേ ഉയരൂ. ചിലതരം ഫൈബേഴ്സ് ജെല്ല് പോലെ രൂപപ്പെടുകയും ഫാറ്റിനെയും ഷുഗേഴ്സിനെയും കുടലിൽ വെച്ച് തന്നെ ബൈൻഡ് ചെയ്യുകയും അങ്ങനെ രക്തത്തിൽ ഇവയുടെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഫൈബർ ഒരു സ്പോഞ്ച് പോലെ വേസ്റ്റിനെയും ടോക്സിൻസിനെയും ആഗിരണം ചെയ്ത് പുറന്തള്ളുന്നു. ഒരു ദിവസം കുറഞ്ഞത് 30 ഗ്രാം ഫൈബറെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഫ്രൂട്ട്സ് മുഴുവനായും അതിൻ്റെ തോലോടുകൂടി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. അന്നജം അടങ്ങിയിട്ടുള്ള ഭക്ഷണം കുറയ്ക്കുക, പ്രത്യേകിച്ച് മൈദ, റവ, വെളുത്ത അരി, കിഴങ്ങ് വർഗ്ഗങ്ങൾ, പഞ്ചസാര എന്നിവ. കേക്ക്സ്, കുക്കീസ്, ബിസ്ക്കറ്റ്സ്, ചിപ്സ്, ബർഗർ, പിസ്സ, ഐസ്ക്രീം എന്നിവയിൽ ധാരാളം പഞ്ചസാര, കൊഴുപ്പ്, ഉപ്പ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ഇവ ഒഴിവാക്കുക. ഫ്രൂട്ട് ജ്യൂസ്, ഫ്രൂട്ട് ഡ്രിങ്ക്സ്, കോള എന്നിവയിൽ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയിട്ടുണ്ട്. ഇത് പഞ്ചസാരയുടെ ഏറ്റവും കോൺസെൻട്രേറ്റഡ് ഫോമാണ്. ട്രാൻസ് ഫാറ്റ്സ് ചീത്ത കൊളസ്ട്രോളായ LDLൻ്റെ അളവ് കൂട്ടുകയും നല്ല കൊളസ്ട്രോളായ HDLൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു.
ഇത് ഹൃദ്രോഗത്തിലേക്ക് നയിക്കും. ഇക്കാരണത്താൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇവയ്ക്ക് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാക്ഡ് ഫുഡ്സ് വാങ്ങുമ്പോൾ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ ട്രാൻസ് ഫാറ്റ്സ്, ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് എന്നിവ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക. ഒരാൾക്ക് ഏകദേശം 4 ടീസ്പൂൺ എണ്ണ ഒരു ദിവസം ഉപയോഗിക്കാം. ഡീപ്പ് ഫ്രൈയിങ് കുറയ്ക്കുക. ഒരിക്കൽ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച എണ്ണ വീണ്ടും റീയൂസ് ചെയ്യാതിരിക്കുക. കാരണം അവയിൽ ക്യാൻസർ ഉണ്ടാക്കാൻ കഴിയുന്ന അക്രോലിൻ പോലുള്ള രാസവസ്തുക്കൾ ഉണ്ടാകുന്നു. ഗ്രില്ലിംഗ്, ബേക്കിംഗ്, ബോയിലിംഗ്, സ്റ്റീമിംഗ്, പ്രഷർ കുക്കിംഗ് പോലെ എണ്ണയുടെ ഉപയോഗം കുറവുള്ള പാചകരീതി പിന്തുടരുക. എപ്പോഴും ഹെൽത്തി ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുവാൻ ശ്രമിക്കുക. അന്നജത്തിൻ്റെ അളവ് നന്നായി കുറച്ച് ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുക. മാംസം, മുട്ട, പാൽ, മത്സ്യം, നട്ട്സ്, സീഡ്സ്, പയർവർഗ്ഗങ്ങൾ എന്നിവയിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കുക. പാട നീക്കിയ പാൽ, മുട്ടയുടെ വെള്ള, ചിക്കൻ, ചെറുമീനുകൾ എന്നിവ കഴിക്കാം. റെഡ് മീറ്റ്സ് കഴിവതും ഒഴിവാക്കുക. അടുത്തത് ഫിസിക്കലി ആക്റ്റീവായിരിക്കുക. ഏറ്റവും കുറഞ്ഞത് ദിവസം 20 മുതൽ 30 മിനിറ്റ് എയറോബിക് ആക്ടിവിറ്റീസ് ചെയ്യുക. നടത്തം, ജോഗിംഗ്, ഓട്ടം, നീന്തൽ, സൈക്ലിംഗ് പോലുള്ളവ. മൂന്നാമതായി സ്ട്രെസ്സ് കുറയ്ക്കുക. സ്ട്രെസ്സ് കുറയ്ക്കുവാൻ വേണ്ടി ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ചെയ്യുക. യോഗ, മെഡിറ്റേഷൻ പോലുള്ളവ സ്ഥിരമായി ചെയ്യുക. അടുത്തത് നന്നായി ഉറങ്ങുക. ഉറക്കക്കുറവ് ലെപ്റ്റിൻ, ഗ്രലിൻ, കോർട്ടിസോൾ എന്നിവയുടെ അളവിനെ ബാധിക്കും. ഇത് വിശപ്പ് കൂട്ടാനും അങ്ങനെ കൂടുതൽ ഭക്ഷണം കഴിക്കുവാനും കാരണമാക്കും. ശരീരത്തിന് ആവശ്യമായ മെലറ്റോണിൻ ഹോർമോൺ നല്ല ഉറക്കം ലഭിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്നു. കൃത്യമായി 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങുക. നല്ലൊരു ശതമാനം ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് അബ്ഡോമിനൽ ഒബീസിറ്റി. വയറിൻ്റെ ഭാഗത്ത് കൊഴുപ്പടിയുന്നത് ഒരു നിസ്സാരമായ കാര്യമല്ല. വിസ്റൽ ഫാറ്റിൻ്റെ അളവ് കൂടുമ്പോൾ ഒരുപാട് രോഗങ്ങളുടെ റിസ്ക്കും കൂടുന്നു. ചിട്ടയായ ജീവിതശൈലിയും ഭക്ഷണ രീതിയും കൊണ്ട് നമുക്ക് അബ്ഡോമിനൽ ഒബീസിറ്റി തടയാം. താങ്ക് യു.